കേരളത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയായ നമ്മുടെ കാലിക്കറ്റ് സർവകലാശാല 58ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിലും അതേപോലെ യൂണിവേഴ്സിറ്റി പുതിയൊരു അക്കാദമിക വർഷത്തിന് ആരംഭം കുറിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ ഇന്ന് റേഡിയോ സിയുവിനൊപ്പമുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ പി രവീന്ദ്രൻ സാറാണ്. നമുക്ക് സാറിനെ ടോക്ക് വിത്ത് VC എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. 58ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് എടുത്തു പറയാൻ ഒരുപാട് മികവുകളും നേട്ടങ്ങളും ഉണ്ട്. നമ്മൾ 50ാം വാർഷികത്തോടനുബന്ധിച്ച് ഉയർത്തിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ടു സൊസൈറ്റി എന്നുള്ളതായിരുന്നു. നമുക്കിത് എത്രത്തോളം പ്രാബല്യത്തിൽ വരുത്താൻ സാധിച്ചിട്ടുണ്ട്? മാത്രമല്ല, ഇനിയും സമൂഹം യൂണിവേഴ്സിറ്റികളിൽ നിന്ന് എന്തൊക്കെയാണ്, പ്രത്യേകിച്ച് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഒരു കാലത്ത് വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹികമായിട്ടും എല്ലാം വളരെ പിന്നോക്കം നിന്നിരുന്ന ഒരു പ്രദേശമാണ് മലബാർ. ആ മലബാറിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുക, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ രംഗത്ത്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അത് പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് 1968 അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ CH മുഹമ്മദ് കോയ, അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ EMS നമ്പൂതിരിപ്പാട്, അവരുടെ എല്ലാം ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് കാലിക്കറ്റ് സർവകലാശാല സ്ഥാപിതമായത്. ഇന്ന് നമ്മൾ അതിൻ്റെ 58 വർഷം കഴിഞ്ഞിരിക്കുന്നു. തിരിഞ്ഞു നോക്കുന്ന സമയത്ത് സർവകലാശാലയ്ക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, മലബാർ ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനത്തിൻ്റെ മറ്റേതൊരു മേഖലയേക്കാളും മുന്നിലാണ് എന്ന് പറയാവുന്നൊരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ വിദ്യാർത്ഥികൾ ലോകം മുഴുവൻ എത്തിക്കഴിഞ്ഞു. നമ്മുടെ ഡയസ്പോര, ഈ മലബാറിൻ്റെ ഈ കാലിക്കറ്റ് സർവകലാശാലയുടെ കീഴിൽ വരുന്ന ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇന്ന് ലോകം മുഴുവൻ അറിവിൻ്റെ പല മേഖലകൾ കീഴടക്കിക്കൊണ്ട് പോയിരിക്കുന്നു. അതുപോലെ തന്നെ വ്യത്യസ്തമായ വ്യാവസായിക രംഗത്തായി കഴിഞ്ഞാലും വാണിജ്യ രംഗത്തായി കഴിഞ്ഞാലും എല്ലാ മേഖലകളിലും അവരുടെ ഒരു സ്വാധീനം വളരെ നിർണായകമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് കാലിക്കറ്റ് സർവകലാശാല സ്പർശിക്കാത്ത ഒരു കുടുംബവും ഇന്ന് ഈ പ്രദേശത്തുണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ്. അപ്പോൾ സർവകലാശാല ജനങ്ങളിലേക്ക് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആദ്യം മുതൽ തന്നെ സർവകലാശാലയുടെ ഒരു മോട്ടോ നമുക്ക് സർവകലാശാല ജനങ്ങളിലേക്ക്, സർവകലാശാല ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുക എന്നുള്ളത് വിജയകരമായി പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാർ, അതുപോലെ ഇന്ന് നമ്മൾ സമൂഹത്തിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ കാണുന്നൊരു കാര്യമാണ്, വിദ്യാർത്ഥികളെല്ലാം തന്നെ പഠിക്കാനായിട്ടും പിന്നീട് തൊഴിലായിട്ടും പിന്നെ അവിടെ സെറ്റിൽഡ് ചെയ്യാനും വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നതാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. നമ്മളാണെങ്കിൽ യുവതലമുറയെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാർത്തെടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് സൊസൈറ്റിക്ക് വേണ്ടി ഈ പ്രശ്നങ്ങളില്ലായ്മ ചെയ്യാൻ പ്രത്യേകിച്ചും ചെയ്യുന്നത്? ഇതിനൊരു വളരെ വിശാലമായൊരു പ്രോബ്ലമാണ് മൈഗ്രേഷൻ. നമ്മൾ ലോക ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ മൈഗ്രേഷൻ എല്ലാ കാലഘട്ടത്തിലും പല ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സ്റ്റിൽ റിമെമ്പർ an article in The Week or in India Today several years back about the migration from the northeast to the southwest. That is for better employment opportunities, better quality of life. അത് നമ്മുടെ ഇതിനുമായിട്ട് ലിമിറ്റ് ചെയ്യുന്നൊരു വിഷയമല്ല. അത് മൈഗ്രേഷൻ ഹാസ് ഹാപ്പൻഡ്. ഇന്ത്യൻ സ്റ്റുഡൻസ്, നമ്മൾ ഈവൻ IIT പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഏറ്റവും വലിയൊരു വിമർശനം, ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ മിക്കവരും വിദേശ രാജ്യങ്ങളിലേക്കാണ് തൊഴിലന്വേഷിച്ചും അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിനുമായി പോകുന്നത്. അതിൽ വലിയൊരളവ് വിദ്യാർത്ഥികൾ അവിടെ തന്നെ സെറ്റിൽ ചെയ്യുന്നു എന്നുള്ളത് തന്നെയായിരുന്നു മൈഗ്രേഷൻ. സോ മൈഗ്രേഷൻ ഈസ് എൻ ഇൻഹറൻറ്റ് പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എംപവറിംഗ് ആണ്. വെൻ യു ഗെറ്റ് ബെറ്റർ പവർ, വാട്ട് യു ഡു, യു മൈഗ്രേറ്റ് ടു ബെറ്റർ പാസ്റ്റേഴ്സ്, ടു ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്. ഇത് സമൂഹത്തിലെ എല്ലാ കാലത്തും നടന്നിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ അതിനെ കാണേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ളൊരു കാര്യം, വെദർ വി ആർ സർവിങ് ദ പർപ്പസ് ഇൻ ദ റൈറ്റ് വേ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, റിറ്റൻഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റിറ്റൻഷൻ ഓഫ് എൻ ഇൻ്റലക്ച്വലി എസ്പയറിങ് ഗ്രൂപ്പ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിലുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക. അതുപോലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ലോകത്തെ ഏറ്റവും നല്ല രീതിയിൽ, ലോകത്തെ ഏറ്റവും നല്ല സർവകലാശാലകൾ തേടിയാണ് കുട്ടികൾ പോകുന്നത്. ക്വാളിറ്റിയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ്.
അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിൽ സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ മുന്നോട്ട് വന്നപ്പോൾ അവർക്ക് മറ്റ് രാജ്യങ്ങളിലടക്കം മറ്റ് സംസ്ഥാനങ്ങളിലെ ഉയർന്ന ഫീസും ഒക്കെയുള്ള മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബെറ്റർ ക്വാളിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് പോകുവാനുള്ള അവരുടെ ഒരു കപ്പാസിറ്റി ബിൽഡിംഗ് കൂടി ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്നതും ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ പലായനത്തിനെ നമ്മൾ വളരെ നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമില്ല. പീപ്പിൾ ഷുഡ് ലുക്ക് ഫോർ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്. ദാറ്റ് ഈസ് ആക്ച്വലി എ കൈൻഡ് ഓഫ് സോഷ്യൽ ഫിലോസഫിയുടെ ഒരു ഭാഗമാണ്. ദേ ഷുഡ് ലുക്ക് ഫോർ ദാറ്റ്. അത് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം. അത്തരം കാര്യങ്ങളെല്ലാം യൂത്ത് മൈഗ്രേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഹൗ ടു മേക്ക് ദിസ് എ ബെറ്റർ പ്ലേസ്. ദിസ് ഷുഡ് ബി മെയ്ഡ് ഇൻ ടു എ ബെറ്റർ ഹാബിറ്റാറ്റ് ഫോർ അക്കാഡമിഷ്യൻസ്. ഏറ്റവും നല്ല വിദ്യാർത്ഥികളെയും ഏറ്റവും നല്ല അധ്യാപകരെയും ആകർഷിക്കുന്ന രീതിയിലേക്ക് ക്യാമ്പസിൻ്റെ ഈ ഹാബിറ്റാറ്റ് എങ്ങനെ മാറ്റിയെടുക്കാമെന്നുള്ളതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ചലഞ്ച്. ദ വേ ഐ സീ ഇറ്റ്, ഇഫ് അവർ ക്വാളിറ്റി ഇംപ്രൂവ്സ്, അവർ ഹാബിറ്റാറ്റ് ഇംപ്രൂവ്സ്, many more students from other states and other countries will come here. This has happened all along and that should be our challenge. അതേപോലെ തന്നെ സർ, നമ്മുടെ സർവകലാശാലയിൽ ഒട്ടനവധി റിസർച്ചുകൾ നടക്കുന്നുണ്ട് പല വിഷയങ്ങളിലായിട്ട്. ഇപ്പോൾ എടുത്തു പറയാനാണെങ്കിൽ സാറിൻ്റെ ഒരു നേതൃത്വ പാഠം നമ്മൾ കണ്ടത് ഇൻഫ്ലിപ്നെറ്റിൻ്റെ ഡയറക്ടർ സർവകലാശാലയിൽ നേരിട്ട് വരികയും ONOSൻ്റെ ലോഞ്ച് നമ്മുടെ സർവകലാശാലയിൽ വെച്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിലൂടെ അഫിലിയേറ്റഡ് കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കായാലും നമുക്കായാലും ഒരുപാട് അവസരങ്ങളും ഉണ്ടാവുകയാണ്. എന്നിരുന്നാൽ പോലും നമ്മുടെ റിസർച്ചുകളൊക്കെ ഒരു സാധാരണ ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിധത്തിൽ എത്തിക്കാൻ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? ഗവേഷണത്തിന് 2 തലങ്ങളുണ്ട്. ഒന്ന്, പല വിഷയങ്ങളിലും നമ്മൾ ഗവേഷണം നടത്തുന്ന സമയത്ത് അതിൻ്റെ ഗവേഷണ ഫലങ്ങൾ അടുത്ത ദിവസം തന്നെ അത് സമൂഹത്തിലേക്കൊരു ഗുണപരമായൊരു മാറ്റമായിട്ട് വരുന്നതല്ല. ഫോർ എക്സാമ്പിൾ, സംബഡി ഹൂ ഈസ് വർക്കിംഗ് ഇൻ ഹൈ എൻഡ് ക്വാണ്ടം മെക്കാനിക്സ് പ്രോബ്ലംസ് ഇൻ കമ്പ്യൂട്ടേഷണൽ ക്വാണ്ടം മെക്കാനിക്സ്, ഫോർ എക്സാമ്പിൾ കണ്ടൻസ്ഡ് മാറ്റർ തിയറി, ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ ബോട്ടണിയിലെ ചില ഇപ്പോൾ മൈക്രോബയോളജിയിലോ ഒക്കെയുള്ള സെല്ലുലാർ സ്റ്റഡീസിനെ കുറിച്ചൊക്കെ. ദീസ് ആർ ആൾ എഫേർട്സ് ടു എൻഹാൻസ് ദ നോളജ് ഓഫ് ദ ഹ്യൂമൻ സിവിലൈസേഷൻ ഇൻ വിത്ത് റെസ്പെക്ട് ടു ദോസ് ഏരിയാസ്. അതൊരിക്കൽ നമുക്ക് അടുത്തൊരു ദിവസത്തേക്ക് ഒരു സമൂഹത്തിലേക്ക് ഒരു പ്രോഡക്റ്റായിട്ട് മാറണമെന്ന് നിർബന്ധമില്ല. കാരണം നമ്മുടെ അറിവിൻ്റെ ഒരു കപ്പാസിറ്റി ബിൽഡിംഗ് അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ലോകം മുഴുവൻ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലാബുകളിൽ നടക്കുന്ന ഈ വിഷയങ്ങൾ തീർച്ചയായിട്ടും അന്താരാഷ്ട്ര ജേണലുകളിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം, ഇപ്പോൾ കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയൊക്കെ നമ്മുടെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വളരെ നല്ല പബ്ലിക്കേഷൻസ് ഈ പല ജേണലുകളിലും വരുന്നുണ്ട്, പബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട്. അത് നമ്മുടെ അറിവിൻ്റെ ആ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് അറിവിൻ്റെ ആ ഒരു കപ്പാസിറ്റി ബിൽഡിങ്ങിൻ്റെ ഭാഗമാണ്. ലോകം മുഴുവൻ ആക്ച്വലി എ കൈൻഡ് ഓഫ് ദർ ഇസ് എ വൺനെസ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ്. അതാണ് ഒരു ഭാഗം. മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇത് ഗവേഷണം നടത്തുന്ന സമയത്ത് ചില കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ നടത്തുന്ന ഗവേഷണത്തിൻ്റെ ചില ഫലങ്ങൾ ഇമ്മീഡിയറ്റായിട്ട് സോഷ്യൽ റിലവൻസ് ഉള്ള ഒരു പ്രോഡക്റ്റായിട്ട് മാറാവുന്ന, അല്ലെങ്കിൽ സോഷ്യൽ റിലവൻസ് ഉള്ള ഒരു കൺസെപ്റ്റായിട്ട് മാറാവുന്നുള്ള വിഷയങ്ങളുണ്ടായിരിക്കും. അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സമൂഹത്തിലേക്ക് പോവുകയും ചെയ്യും. കാരണം അതിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുക പെട്ടെന്ന്. because that is in the short time scale that becomes very important, because you get a product or a new idea that can change your society. But there you should not ignore that the other things are less important. They are not. അതേപോലെ തന്നെ സർ, നമ്മളൊക്കെ ഉള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലാണ്. അതൊരുപാട് തൊഴിലവസരങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും നമ്മൾ സർവകലാശാലയിൽ നിൽക്കുമ്പോൾ നമ്മൾ പുതിയൊരു തലമുറയെ വാർത്തെടുക്കുകയാണല്ലോ. അപ്പം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെയാണ് വരുന്നത്? അതിനു വേണ്ടിയിട്ടുള്ള എന്തൊക്കെ മാറ്റങ്ങളാണ് സർവകലാശാലയിൽ കൊണ്ടുവന്നിട്ടുള്ളത്? സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ തൊഴിലവസരങ്ങൾ കുറയ്ക്കുമെന്ന് പറയുന്നത് ഇറ്റ്സ് എ പെർസെപ്ഷൻ. ഇറ്റ് ഈസ് എ ഷോർട്ട് ടൈം പെർസെപ്ഷൻ. നമ്മൾ നോക്കിയാറിയാം, കമ്പ്യൂട്ടറൈസേഷനൊക്കെ തുടങ്ങിയൊരു കാലത്ത് ഇത് തന്നെയാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. കമ്പ്യൂട്ടറുകൾ നമ്മുടെ തൊഴിലെടുക്കും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നമുക്ക് ചരിത്രം നമ്മളെ പഠിപ്പിച്ചെന്താണ്? കമ്പ്യൂട്ടറൈസേഷൻ നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, നിങ്ങളിപ്പോൾ ഡിജിറ്റൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം, അല്ലെങ്കിൽ വിഷ്വൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവരോ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും നമുക്കറിയാം, ഇറ്റ് ഹാസ് ആക്ച്വലി പ്രൊവൈഡഡ് അസ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് എൻഹാൻസ് ദ ക്വാളിറ്റി ഓഫ് ദ വർക്ക് ദറ്റ് യു ആർ ഡൂയിങ്.
And I am sure that this is going to be the case with artificial intelligence also. ഇത് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വിദ്യാർത്ഥികളുടെ ഇടയിലും അല്ലെങ്കിൽ പുതിയൊരു തലമുറ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് വൺ. ദേ ആർ പാർട്ട് ഓഫ് ദിസ് നോളജ് എക്സ്പ്ലോഷൻ. ഐ എം ഷുവർ ദാറ്റ് അവരുടെ ഓപ്പർച്യൂണിറ്റീസ് ടു ഗെറ്റ് നോളജ് ആൻഡ് ദ എബിലിറ്റി ടു വർക്ക് വിത്ത് നോളജ് ആൻഡ് ദ എബിലിറ്റി ടു കോംപ്രിഹെൻഡ് തിങ്സ്, ഇറ്റ് ഈസ് മച്ച് ഹയർ. ഐ എം ഷുവർ ദാറ്റ് AI will only help. It will boost their opportunities. It will boost their capabilities. നമ്മളതിനെ വളരെ സാധ്യതകൾ കൂട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിതിനെ നെഗറ്റീവായി കാണണ്ട. ഇറ്റ് വിൽ എൻഹാൻസ് ദ ക്വാളിറ്റി ഓഫ് ദിയർ ലൈഫ് ഇവഞ്ച്വലി. അതേപോലെ തന്നെ സർ, നമ്മളിപ്പം ഒരു സർവകലാശാലയിൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ പഠിക്കാൻ ചേരുമ്പോൾ ഒരു ഡിഗ്രി നേടുക അല്ലെങ്കിൽ ഒരു PG നേടുക എന്നതിലൊക്കെ അപ്പുറം നല്ലൊരു വ്യക്തിയായിരിക്കുക, സമൂഹത്തോട് പ്രതിബദ്ധത ഉണ്ടാവുക, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുക എന്നതൊക്കെ വലിയ കാര്യമാണല്ലോ. ഇക്കാര്യങ്ങൾക്കൊക്കെ യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നത്? ഒരു നോളജ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ സപ്പോസ് യു സേ ദാറ്റ് എ സൊസൈറ്റി ഈസ് ഹൈലി നോളജബിൾ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് ആണ്. നീതി നടപ്പിലാവുക, ഈ മൂല്യങ്ങൾ വ്യക്തികളിൽ ഉണ്ടാവുക, ഇതൊക്കെയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വരുന്ന സമയത്ത് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഒരു പക്ഷേ പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും നമ്മുടെ ഈ തിരിച്ചറിവുകൾ, ഈ മൂല്യബോധം, ഇതെല്ലാം. തീർച്ചയായിട്ടും ഇത് തന്നെ ആയിരിക്കും നമ്മുടെ സർവകലാശാലകളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും എല്ലാം മുന്നിലുള്ള വലിയൊരു ചലഞ്ച്. ഹൗ ടു പ്ലേസ് യുവർ സെൽഫ് ഇൻ എ ബെറ്റർ സ്റ്റേറ്റ് ഇൻ എ ന്യൂ സൊസൈറ്റി. അതായിരിക്കും നമ്മളുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്നാണ് എനിക്ക് തോന്നുന്നത്. സർവകലാശാല തീർച്ചയായിട്ടും കുട്ടികളിൽ മൂല്യബോധം ഉണ്ടാക്കാനും നമ്മുടെ നടക്കുന്ന ഈ കാര്യങ്ങൾ മുഴുവൻ, നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ, അതെല്ലാം അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ദേ വിൽ ആൾ ഇവോൾവ് ഇൻ ടു എ ബെറ്റർ ഹ്യൂമൻ ബീയിങ്സ് എന്നാണ് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ സർ, ഇപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ എടുത്താലും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന കാര്യമാണ്, കുഞ്ഞു കുട്ടികൾ, വിദ്യാർത്ഥികൾ വരെ ഒരു ആത്മഹത്യക്ക് ശ്രമിക്കുന്ന പ്രവണത, അതേപോലെ മാനസിക സമ്മർദ്ദം താങ്ങാൻ സാധിക്കുന്നില്ല, പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ. ഇതൊക്കെ സർവകലാശാലയിലുള്ളവർക്കൊരു ആശങ്കയുള്ള കാര്യമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. ഇതൊക്കെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഒന്നാമത് എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് മാത്രമല്ല, ആത്മഹത്യ വലിയൊരു തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. നമ്മൾ ഒരു ജീവിതം നമുക്ക് തരുന്ന ഈ അവസരം ഏറ്റവും നല്ല രീതിയിൽ സമൂഹത്തിനും നമ്മൾക്കും വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക. നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും നമ്മളതിൽ തളരരുത്. ജീവിതം മുന്നോട്ട് വയ്ക്കുന്ന വലിയ വാല്യൂസ് ഉണ്ട്, ഒരുപാട് അവസരങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ വളരെ കുറച്ച് കാലമാണ് ജീവിച്ചിട്ടുള്ളത്. ഇനി ഇതിന് മുമ്പിൽ എത്രയോ അവസരങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നീണ്ടു കിടക്കുകയാണ്. നമ്മുടെ ഈ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയുടെ ഒരു ഫോർമേഷൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് അതിനകത്ത്. കാരണം കുട്ടിക്കാലം മുതലേ ധാരാളം മത്സര പരീക്ഷകളൊക്കെ എഴുതി മത്സരമാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിക്കുന്ന രീതിയിലേക്ക് കുട്ടികൾ പലരും മാറുന്നതാണ് ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള സ്ട്രെസ്സ് വരാനുള്ള കാരണം. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ മത്സരാധിഷ്ഠിതമായിട്ടുള്ളൊരു ജീവിതം നമ്മളൊരു പരിധിവരെ മാറ്റിവെച്ച് ഈ ക്വാളിറ്റി എൻഹാൻസ്മെൻറ്റ്, നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യമായി കഴിഞ്ഞാലും അത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. പെർസ്യൂട്ട് ഓഫ് എക്സലൻസ്, ചെയ്യുന്ന കാര്യങ്ങളെ ഏറ്റവും മനോഹരമായിട്ടും ഏറ്റവും നല്ല രീതിയിലും ചെയ്യുന്നതോടുകൂടിയിട്ട് യു വിൽ ബിക്കം ബെറ്റർ അക്സെപ്റ്റബിൾ. You will be better accepted in the society. You will be more wanted in the society. And I am sure there will be no scope for them to think about suicide. Forget about doing it. അപ്പോൾ അത്തരത്തിൽ നമ്മളൊരിക്കലും ഈ മത്സര വിജയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ജീവിതം, ഈ സ്ട്രെസ്സെല്ലാം വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളിലും മുകളിലാണ്. ഇതെല്ലാം നമുക്ക് മാറ്റിവെച്ച് നമുക്ക് കുറച്ചുകൂടി നമുക്കും മറ്റുള്ളവർക്കും കുടുംബത്തിനുമെല്ലാം കുറച്ചുകൂടി നല്ല വ്യക്തികളായി ജീവിക്കുവാനുള്ള ഒരു ലേണിംഗ് ആണ് ആവശ്യം. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരായി കഴിഞ്ഞാലെല്ലാം എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണിത്. ഇത് വിദ്യാഭ്യാസമില്ലാത്തവരിലല്ല, വളരെ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഡോക്ടർമാരിലടക്കം എന്ന് പറയുന്നുണ്ട്. ഒരുപാട് ഇപ്പോൾ കൗൺസിലിങ്ങിനൊക്കെ പോകുന്നവരിൽ വലിയൊരളവ് വരെ ഇത്തരം ഇതിലൂടെയൊക്കെ കടന്നു വന്നവരാണ്. അപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ മത്സരത്തിൻ്റെ സ്വാധീനം, നമ്മൾ ജയിക്കുകയാണോ പരാജയപ്പെടുകയാണോ എന്നുള്ള ഒരു തിൻ ലൈനിൻ്റെ മുകളിൽ നമ്മുടെ ലൈഫിനെ കുറിച്ചുള്ള ഇവാലുവേഷൻസ് നടത്തുന്നിടത്താണ് ഇതെല്ലാം തെറ്റിപ്പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാട് ഡെവലപ്പ് ചെയ്യരുത്. എഡ്യൂക്കേഷൻ ഈസ് നോട്ട് മെൻറ്റ് ഫോർ ദാറ്റ്. എഡ്യൂക്കേഷൻ ഈസ് നോട്ട് മെൻറ്റ് ഫോർ മേക്കിംഗ് പീപ്പിൾ ടു കോമ്പീറ്റ്. അവരെ കുറച്ചുകൂടി കോമ്പിറ്റൻ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മളൊരിക്കലും ഈ
വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ കഴിഞ്ഞാലും പെർസ്യൂട്ട് ഓഫ് എക്സലൻസ് ഈസ് ദി ബെസ്റ്റ് വേ ടു ഓവർകം സച്ച് ടെൻഡൻസീസ്. സാർ, അതുപോലെ ലിംഗസമത്വം ഉണ്ടാവുക, അതേപോലെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയവരെ ഉൾക്കൊള്ളാൻ കഴിയുക, സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു കൾച്ചറാണല്ലോ നമ്മുടെ സർവകലാശാലയ്ക്ക്. ഇത്തരത്തിലുള്ള എത്രത്തോളം മാതൃകയുണ്ട് നമുക്ക് കാണിക്കാൻ? നമ്മുടെ സ്റ്റേറ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിടത്തോളം ഫീസ് വളരെ കുറവാണ്. മറ്റ് സ്ഥലങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫീസ് വളരെ കുറവാണ്. ഇതിൻ്റെ ഒരു അടിസ്ഥാന തത്വം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ദുർബലരായിട്ടുള്ള ആളുകൾക്ക് വരെ ഈ യൂണിവേഴ്സിറ്റികളിലെ വിദ്യാഭ്യാസം അവൈലബിൾ ആയിരിക്കുക, എക്വിറ്റി എല്ലാവരെയും ഇൻക്ലൂസീവായിട്ടും അതുപോലെ തന്നെ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമായിട്ട് വിദ്യാഭ്യാസത്തിനെ മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യം അതിൻ്റെ പിന്നിലുണ്ട്. മിക്കവാറും കുട്ടികൾക്കെല്ലാം സ്കോളർഷിപ്പ്, ഏതെങ്കിലും രീതിയിലുള്ള സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നുണ്ട്. ഇതിനകത്ത് അർത്ഥം പാർശ്വവൽക്കരിക്കപ്പെട്ട ഇപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ലിംഗസമത്വത്തിൻ്റെ കാര്യത്തിലായി കഴിഞ്ഞാലും അതുപോലെ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആളുകളുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഏറ്റവും ഇൻക്ലൂസീവായൊരു മനോഭാവത്തോടു കൂടി തന്നെയാണ് സർവകലാശാല എപ്പോഴും കാണാൻ ശ്രമിക്കുന്നത്. അത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പാണ് ഒരു ട്രാൻസ് വുമൺ, ഷീ ഗോട്ട് അഡ്മിറ്റഡ് ഇൻ PhD പ്രോഗ്രാം ഇൻ സാൻസ്ക്രിറ്റ്, വേവിങ് സം ഓഫ് ദി എക്സിസ്റ്റിംഗ് പ്രൊവിഷൻസ്. ബിക്കോസ് അവരെ കൂടെ ഉൾക്കൊള്ളുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൻ്റെ ഉത്തരവ്. ഇറ്റ്സ് ആൾസോ എ ലേണിംഗ് പ്രോസസ് ഫോർ ദി യൂണിവേഴ്സിറ്റി. ജെൻഡർ ഈക്വാലിറ്റിയെക്കുറിച്ച് ഐ തിങ്ക് വി ആർ മച്ച് ബെറ്റർ അവെയർ ഓഫ് നൗ, ഈവൻ ദോ പ്രോബ്ലി ഇനിയും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വേണം. പക്ഷേ ഐ ഓൾവേസ് ഫീൽ ദാറ്റ് ദ ന്യൂ ജനറേഷൻ വിച്ച് ഈസ് കമ്മിങ് അപ്പ്, they are better equipped with many of the skills which people never had before in dealing with such situations. I am very optimistic about them. They will actually be able to lead us actually. In fact, they will be able to lead the older generation in the right way. അതേപോലെ തന്നെ സാർ നേരത്തെ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് കുട്ടികൾക്കുള്ള സ്വാതന്ത്ര്യം. അക്കാദമിക്കിലായാലും എന്ത് കാര്യങ്ങളും ആശയങ്ങൾ അവരുടെ ഇഷ്ടത്തിന് പറയാനും സംവദിക്കാനും ചർച്ച ചെയ്യാനും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലമായി സർവകലാശാല മാറുകയാണ്. ഇതിനുവേണ്ടി ഇത്തരം ഒരു കൾച്ചർ നമ്മുടെ സർവകലാശാലയിൽ പിന്തുടരാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? സർവകലാശാലകളിലെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അക്കാദമികമായ സ്വാതന്ത്ര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ്റലക്ച്വലായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സർവകലാശാലകളിൽ നമുക്ക് ഏത് വിഷയത്തിനെക്കുറിച്ചും ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മൾ പറയും ഈ പാർലമെൻറ്റിന് ഒരു സ്പെഷ്യൽ പവേഴ്സ് ഉണ്ട്. ദർ ഇസ് നോ ഇഷ്യൂ വിച്ച് യു കനോട്ട് ഡിസ്കസ് ഇൻ ദ പാർലമെൻറ്റ്. ഓൺലി തിങ് ഇറ്റ് ഷുഡ് ബി ഡൺ അക്കോർഡിംഗ് ടു ദി പ്രൊവിഷൻസ് കണ്ടെയ്ൻ ദെയർ, ബട്ട് ദർ ഇസ് നോ ഇഷ്യൂ. Academic institutions are much above that. You can actually discuss any issue. You can have debates on issue. And where is the problem? Problem എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതിനെ വയലൻസിലേക്കും ഇൻടോളറൻസിലേക്കും പോകുമ്പോഴാണ്. അപ്പോൾ അസഹിഷ്ണുത ഒരിക്കലും സർവകലാശാലകൾ വളർത്താൻ പാടില്ലാത്തൊരു സാധനമാണ്. ഒരു കാരണവശാൽ നമ്മൾ സ്വാതന്ത്ര്യമുണ്ടെന്ന് നമ്മൾ പറയുന്ന നമ്മുടെ സർവകലാശാലകളിൽ ഒരിക്കലും അസഹിഷ്ണുത വളരരുത്. അതുപോലെ അക്രമവാസനകൾ വളരരുത്. ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മൾ പലപ്പോഴും അക്രമ രാഷ്ട്രീയം എന്നുള്ളൊരു വാക്ക് പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഇത് വളരെ തെറ്റായൊരു സംയോജനമാണത്. കാരണം അക്രമത്തിൽ ഒരു രാഷ്ട്രീയവുമില്ല, രാഷ്ട്രീയത്തിൽ ഒരു അക്രമവുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് ഈ 2 വാക്കുകൾ ചേർന്ന് അക്രമ രാഷ്ട്രീയം എന്ന് വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പലപ്പോഴും കണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ക്യാമ്പസുകളിലും ഞാൻ വിദേശ സർവകലാശാലകളിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴുള്ളൊരു വ്യത്യാസം, നമ്മുടെ ഈ ക്യാമ്പസുകളിൽ ഒരാൾ വെറുതെ വന്നിട്ട്, പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഒരു ക്യാമ്പസിൻ്റെ ഒരറ്റത്തു നിന്ന് വേറൊരറ്റം വരെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന രീതിയിലേക്കുള്ളൊരു അനുഭവം അവിടെ നിന്ന് ലഭ്യമാകണം. അത് പലപ്പോഴും നമ്മുടെ സർവകലാശാലകൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാതിരിക്കാനുള്ള കാരണം ഈ അക്രമാധിഷ്ഠിതമായിട്ട് നമ്മൾ പലപ്പോഴും ഈ രാഷ്ട്രീയ സമസ്യകളെ കയ്യിലെടുക്കുമ്പോഴാണ്. അതായത് നമ്മൾ എണ്ണത്തിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ആളുകൾ മാറുമ്പോൾ ഉണ്ടാകുന്ന അത് രാഷ്ട്രീയമല്ല, അത് രാഷ്ട്രീയ വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ക്യാമ്പസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളിപ്പോൾ റോഡിൽ കയറി കഴിഞ്ഞാൽ റോഡ് നിയമങ്ങൾ പാലിക്കണ്ടേ? അതുപോലെ തന്നെ സർവകലാശാലകളിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഹോസ്റ്റൽ നിയമങ്ങൾ പാലിക്കണം. ക്ലാസ് മുറികളിൽ വന്നാൽ ക്ലാസ് മുറികളിലെ നിയമങ്ങൾ പാലിക്കണം. ഈ നിയമങ്ങളൊന്നും അക്കാദമിക് വിരുദ്ധമല്ല, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനെതിരല്ല. പക്ഷേ നമ്മളൊരു കലക്റ്റീവ് ലിവിങ്ങിന് വേണ്ടിയുള്ള ഒരു മിനിമം അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇത് മുഴുവൻ. അപ്പോൾ അതുകൊണ്ട് അതിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് പരസ്പരം ചർച്ച നടത്തിയിട്ടും
ആശയങ്ങൾ കൈമാറിയിട്ടും നല്ല വ്യക്തികളായി പരസ്പരം സ്നേഹിച്ചും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അത്തരം കേന്ദ്രങ്ങളാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിൻ്റെ പ്രാഥമികമായൊരു ലക്ഷ്യത്തെ പിന്നോക്കം പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ സർ, സ്വകാര്യ സർവകലാശാലകളൊക്കെ ഇപ്പോൾ വളർന്നു എത്തും, ഒരുപാട് സർവകലാശാലകൾ ഉണ്ടാവുകയാണ്. അപ്പോൾ ഒരു പൊതുവിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഈ സർവകലാശാലകൾ തമ്മിലുള്ള ഈ ഡിമാർക്കേഷൻസ്, ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ്, സെൻട്രൽ, പ്രൈവറ്റ്, പബ്ലിക്, ഈ തരത്തിലുള്ള എല്ലാം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി കേരളം കഴിയുമ്പോഴേക്ക് ഇതെല്ലാം ഇല്ലാതെയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സർവകലാശാലകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ സാമ്പത്തികമായൊരു വശമാണ്. ഹൂ പേയ്സ് ഫോർ ദ ഫീ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ഇപ്പോൾ സ്റ്റേറ്റ് ഓർ സെൻട്രൽ യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിൽ മോസ്റ്റ് ഓഫ് ദീസ് എക്സ്പെൻഡിച്ചർ ഈസ് ആക്ച്വലി ബോൺ ബൈ ദി സ്റ്റേറ്റ്, വേറേസ് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ഡയറക്ട്ലി ബോൺ ബൈ ദോസ് ഹു ആർ ഗോയിങ് ടു സ്റ്റഡി ദർ. ഇതാണ് ബേസിക്കലായിട്ടുള്ള ഡിഫറൻസ് ആയിട്ട് എനിക്ക് തോന്നിയുള്ളത്. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് പ്രത്യേകിച്ചും നമുക്കറിയാം പ്രൈവറ്റ് സെക്ടറിൽ ഒരുപാട് സർവകലാശാലകൾ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതൊരു മണി മോട്ടീവ് ഒന്നും അല്ലാതെ തന്നെ വളരെ നല്ല രീതിയിൽ ഉന്നത വിദ്യാഭ്യാസത്തിനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒട്ടേറെ വലിയ സ്ഥാപനങ്ങൾ നമ്മളിപ്പോൾ ലോകത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ലോകം മുഴുവൻ നടക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഇറ്റ് ഈസ് ആക്ച്വലി ഗെറ്റിംഗ് മെൽറ്റ് ഡൗൺ. ഫോർ എക്സാമ്പിൾ ഇഫ് യു ലുക്ക് അറ്റ് ദ ഫീസ് ഇൻ ഹാർവാർഡ് or other universities, fees will be high, but then they will be providing scholarships to be inclusive to those people who cannot afford. So if there is merit, they can actually get their scholarships. So this is the way that people are balancing. I think ഇത്തരത്തിലുള്ള ഡിഫറൻസസ് ഒക്കെ ഇനിയുള്ള കാലഘട്ടത്തിൽ മെല്ലെ കണ്ട് ഇല്ലാതെയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഇഷ്യൂ, our resources are very limited, our fee collection is very low, and the government also is not enhancing their grant to higher education at the central or state. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിഷയത്തിൽ തീർച്ചയായിട്ടും സർവകലാശാലകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ റിസോഴ്സ്ഫുൾ ആകാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ, ഫോർ എക്സാമ്പിൾ യു ക്യാൻ ജനറേറ്റ് റവന്യൂ ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. ഇറ്റ് കുഡ് ബി ഫീ, ഇറ്റ് കുഡ് ബി ആൾസോ ത്രൂ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ദാറ്റ് യു ജനറേറ്റ് and licensing those intellectual properties. Those could be with the ways that you generate actual revenue. And in US universities and all, what you see is ഒരുപാട് സ്റ്റാർട്ടപ്പ് മിഷൻസ്, സ്റ്റാർട്ടപ്പ് കമ്പനികൾ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സ്പിൻ ഓഫ് എന്നാണ് പറയുക. ഒരു ലബോറട്ടറിയിൽ ഏതെങ്കിലും ഒരു പുതിയ ഒരു ഇൻവെൻഷൻ വരുന്ന സമയത്ത് യു സ്റ്റാർട്ട് എ സ്പിൻ ഓഫ് കമ്പനി ആൻഡ് ഗ്രൂം ഇറ്റ് ടു എ ലെവൽ ദാറ്റ് യു ക്യാൻ ആക്ച്വലി സെൽ ദ കമ്പനി ഓർ യു ക്യാൻ ആക്ച്വലി മാർക്കറ്റ് ദ കമ്പനി ഇറ്റ് സെൽഫ്. അതല്ലെങ്കിൽ മാർക്കറ്റ് ടെക്നോളജി, ലൈസൻസിങ് ടെക്നോളജീസ്. ദീസ് ആർ ഓൾ ദ വേയ്സ് ദാറ്റ് വൺ ക്യാൻ ആക്ച്വലി ഡു തിങ്സ്. അപ്പോൾ അത്തരത്തിൽ എനിക്ക് തോന്നുന്നു ഇനിയുള്ള കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് മാറ്റങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും എന്ന് തോന്നുന്നു. അതേപോലെ സാർ, ഈ അന്താരാഷ്ട്ര നിലവാരങ്ങളിലെ സർവകലാശാല റാങ്കിങ്ങുകളുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഉയർന്നു വരാൻ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? Enhance quality. You follow quality. This is the only mantra that you have. If the universities want to do well, they have to do the pursuit of excellence for generations. Even നമ്മൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റാർട്ടഡ് ആസ് ഹാർവാർഡ് കോളേജ് ഇൻ 1634. ഗോട്ടിംഗ് യൂണിവേഴ്സിറ്റി 1734. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അവർ അത്രയും അതിനുശേഷം തുടർച്ചയായിട്ട് ഇതിൻ്റെ മുകളിൽ വർക്ക് ചെയ്ത് വരുമ്പോൾ ഒബ്വിയസ്ലി ക്വാളിറ്റി വിൽ ഇംപ്രൂവ്. ബട്ട് ഓൺലി തിങ് ഇസ് ദാറ്റ് വി ഹാവ് ടു ഡു ദാറ്റ് ഇൻസെസെൻ്റ്ലി. വി ഹാവ് ടു കണ്ടിന്യൂസ്ലി ഡു ദാറ്റ് ക്വാളിറ്റി എൻഹാൻസ്മെൻറ്റ്. ആ ക്വാളിറ്റി കൂടുന്നതനുസരിച്ച് തീർച്ചയായിട്ടും നമ്മളെല്ലാം ഇമ്പ്രൂവ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു ചെടിയിലെ പുഷ്പങ്ങൾ ഉണ്ടാവണം വിചാരിച്ച് നമ്മളെന്താ ചെയ്യുന്നത്? പുഷ്പങ്ങൾ കൊണ്ടുപോയി വെക്കുകയല്ല, നമ്മൾ ചെയ്യുന്ന അതിൻ്റെ അടിയിൽ വേണ്ട വളവും വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ നർച്ചർ ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി, ആ എക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ NIRF റാങ്കിങ്ങിൽ ഒരു 2 സ്റ്റെപ്പ് താഴത്തേക്ക് പോയി കയറുമ്പോൾ ഈ റാങ്കിങ്ങിലെ ഒരു സ്റ്റെപ്പ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ടാകാം. റാങ്കിങ് പാരാമീറ്റേഴ്സ് വെദർ ദേ ആർ റൈറ്റ്, because many of the international ranking systems are systems where we naturally fail, because how many international students are there? Because most of our students are going abroad, right? And how many students are coming in reverse? How many of them are coming back from other universities to India, our universities? Because our ecosystem is not as good as the
അതർ ഇക്കോസിസ്റ്റംസ് ദാറ്റ് ആർ പ്രസൻറ്റ് ഇൻ അതർ കൺട്രീസ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് എൻഹാൻസ് ചെയ്യേണ്ടതെന്നുള്ളതായിരിക്കണം നമ്മുടെ ചലഞ്ച്. അപ്പം നമ്മൾ ഈ പറയുന്ന റാങ്കിങ്ങിൻ്റെ പിന്നാലെ പോകുക എന്നുള്ളതല്ല പ്രധാനം. നമ്മളുടെ ഇക്കോസിസ്റ്റം നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കാം എന്നുള്ളതാണ്. ഞാനെപ്പോഴും പറയുന്നത്, ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ എത്രയോ നന്നായിട്ട് നമുക്ക് കൂടുതൽ നന്നായി പ്രവർത്തിക്കാൻ പറ്റും. ഓരോ അധ്യാപകനും ഓരോ ഗവേഷകനും ഓരോ വിദ്യാർത്ഥിക്കും ഇപ്പം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൊണ്ടുപോകുന്നതിനേക്കാൾ എത്രയോ നന്നായിട്ട് നമുക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ ഒരു എഫർട്ടിൽ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ റാങ്കിങ്ങൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. ഈ റാങ്കിങ് എന്നുള്ളതിൻ്റെ മുകളിൽ ഫോക്കസ് ചെയ്യാതെ യു ഫോക്കസ് ഓൺ ക്വാളിറ്റി. അപ്പം നമ്മുടെ ഒരു മിഷൻ അതാണ്. വി ഷുഡ് ഫോക്കസ് ഓൺ ക്വാളിറ്റി. ഐ ബിലീവ് സ്ട്രോങ്ലി. ഇപ്പോൾ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഉണ്ടാവും, റാങ്കിങ് പാരാമീറ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പാരാമീറ്റേഴ്സിൻ്റെ പിന്നാലെയല്ല, നമ്മളതിൻ്റെ ഫണ്ടമെൻ്റൽസിൽ വർക്ക് ചെയ്യുക. വി ഹാവ് ടു ആക്ച്വലി വർക്ക് ഓൺ ക്വാളിറ്റി on anything in the teaching learning, in the class, whether it is classroom or whether you are research laboratories, anywhere that you are talking about, അവിടെ എല്ലാം നമുക്ക് വേണ്ട ഇതാണ്. വി ഹാവ് ടു എൻഹാൻസ് ക്വാളിറ്റി. അത് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത് വരുന്നത് സ്വാഭാവികമായിട്ടും നമ്മളുടെ ഈ NIRF റാങ്കിങ്ങോ QS റാങ്കിങ്ങോ അല്ലെങ്കിൽ NAAC ഗ്രേഡിങ്ങോ ഒക്കെ തന്നെ ഇമ്പ്രൂവ് ചെയ്യും. ബിക്കോസ് ദീസ് പാരാമീറ്റേഴ്സ് വിൽ ബിൽഡ് ഓൺ ദാറ്റ്. All these parameters are connected to some aspects, and you work on that, it will improve. And this is where we have to focus. We will do that. സാർ, അതേപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ തൊഴിലവസരങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റീൻ്റെ അസിസ്റ്റൻസ് എങ്ങനെയൊക്കെയാണ് ഈ തൊഴിൽ നേടാനും വിദ്യാർത്ഥികൾക്ക്, അതേപോലെ ഒരു ക്യാമ്പസ് സെലക്ഷനൊക്കെ എത്രത്തോളമാണ്? Calicut University, in the next few months, we will have a full-fledged employment and training center. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവൻ നമ്മൾ തൊഴിൽദായകരായിട്ട് ഇവിടെ എത്തും. വി വിൽ ആക്ച്വലി കണക്ട് ദി സ്റ്റുഡൻസ് ആൻഡ് ദീസ് എംപ്ലോയേഴ്സ്, പൊട്ടൻഷ്യൽ എംപ്ലോയേഴ്സ്. അത് സ്റ്റുഡൻസിന് വേണ്ട ട്രെയിനിങ്, അതുപോലെ അവർക്ക് വേണ്ട അതിന് സ്കിൽസ് സെറ്റ്സ് അതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ അവരെ ബെറ്റർ എക്യുപ്ഡ് ആക്കുക. ഇതാണ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ അത് നമ്മളൊരു CSR ഫണ്ടും ഒക്കെ നമ്മളതിന് വേണ്ടിയിട്ട് ലക്ഷ്യമിടുന്നുണ്ട്. ഫെഡറൽ ബാങ്ക് ആൾറെഡി ഗേവ് 18 lakhs for that purpose. Work is being done. We are also going to have a portal where we will be able to, there will be postings of the job opportunities. The students will be able to apply. They will be able to go for interviews here itself, and even the certificates will get verified here. So that, there will be a full-fledged system we will develop. But even beyond that, I think it is not correct that our students are not getting employed. Only thing is we don't have actually a data that how many of our students are getting employed while they are on the campus. ഈ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് എന്നുള്ളതിനെ മാത്രം വെച്ചുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും എംപ്ലോയ്മെൻറ്റ് പറയുന്നത്. ബട്ട് ഐ തിങ്ക് മെജോറിറ്റി ഓഫ് അവർ സ്റ്റുഡൻസ് ആർ ഗെറ്റിംഗ് പ്ലേസ്ഡ് വെൽ. ഇറ്റ്സ് നോട്ട് കറക്റ്റ് ദറ്റ് അവർ സ്റ്റുഡൻസ് ആർ നോട്ട് ഗെറ്റിംഗ് എംപ്ലോയ്മെൻറ്റ്. ബട്ട് ഐ എം ഷുവർ ദറ്റ് അവർ effort, there will be a significant effort in the coming days to enhance this aspect. Like how many of these students get employed. The way that we are actually planning, Calicut Universityയുടെ കീഴിലുള്ള ഏതൊരു അഫിലിയേറ്റഡ് കോളേജിലെ ഒരു വിദ്യാർത്ഥിക്കും നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് സെൻറ്റർ രജിസ്റ്റർ ചെയ്യാം. They can get shortlisted for their job. They can attend the interviews, get the jobs and join the jobs. And this is our dream. It's a dream project. സാർ, അത് നല്ല കാര്യമായിരിക്കും. കാരണം നമുക്കാണെങ്കിലും കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആകെയുള്ള ഒരു ആശങ്ക തന്നെയാണ് ഇനി പ്ലേസ്ഡ് ആവുക. സാറ് നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടല്ലോ കുറേ സ്ട്രെസ്സ് എന്ന് പറയുന്നത്. ഒരു ഫൈനൽ ഇയർ എക്സാമൊക്കെ അടുക്കുമ്പോൾ തന്നെ വീട്ടിൽ നിന്നും എഡ്യൂക്കേഷൻ ലോണും ഒക്കെയുള്ളൊരു ആശങ്കയാണ് ഇനി എവിടെ പ്ലേസ്ഡ് ആവും എന്നുള്ളത്. മാത്രമല്ല നമ്മുടെ കരിക്കുലമൊക്കെ നോക്കുമ്പോൾ നമ്മൾ കുറേ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് കുറേ പഠിക്കുന്നുണ്ട്. ഈവൻ റാങ്കുകൾ വാങ്ങുന്നുണ്ട്. നമ്മൾ ആ ഫോക്കസ് മൊത്തം പർട്ടിക്കുലർ സിലബസിലാണ്. അതിലുപരി പിന്നെ ജോലി തേടി ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു ഇൻ്റർവ്യൂ തന്നെ എങ്ങനെ അറ്റൻഡ് ചെയ്യാം, എങ്ങനെ നമ്മളെ ഷോക്കേസ് ചെയ്യാം, പ്രസൻറ്റ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്യാമ്പസ് തന്നെ നമുക്ക് കിട്ടുകയാണെങ്കിൽ പിന്നീടുള്ളൊരു സ്ട്രെസ്സും സ്ട്രഗിളും ഏറെക്കുറെ ഒഴിവാക്കാമല്ലോ. തീർച്ചയായും അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അതായത് ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഗവേഷണത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ഹയർ ലേണിംഗ് എന്ന് പറയുന്നിടത്ത് ചില മേഖലകളിൽ പറഞ്ഞാൽ സംബഡി ഹൂ വാണ്ട് ടു ആക്ച്വലി ഡു വെരി വെൽ ഇൻ സ്പെഷ്യലൈസ്ഡ് ഏരിയാസ് ലൈക്ക് ക്വാണ്ടം മെക്കാനിക്സ് പാർട്ടിക്കിൾ ഫിസിക്സ് ഫോർ എക്സാമ്പിൾ. അത്തരത്തിലുള്ള ഏരിയാസിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ദേ ആർ നോട്ട് ലുക്കിംഗ് ഫോർ എ
an ordinary job. They are looking for extraordinary opportunities, whether they are in India or abroad, anywhere. And then there is this segment of majority, which actually constitutes the majority, who needs a job, even a general job opportunity. And we have to actually work on that. We have to improve the opportunities. They have to improve their skills. And you need to, all these employment and training center, in fact, this should work as to some extent as a finishing school for somebody who actually graduated but who lacks soft skills or some skill sets that are actually required to perform a job, and how to enhance that. And we are working on that. അതേപോലെ തന്നെ സാർ, ഓൺട്രപ്രണർഷിപ്പിനൊക്കെ പ്രാധാന്യം നൽകുന്ന കോഴ്സുകൾ അല്ലെങ്കിൽ പാടിയ ചെറിയ ചെറിയ സർട്ടിഫിക്കറ്റ് കോഴ്സുകളോ പദ്ധതികളൊക്കെ നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മളൊരു സ്പെഷ്യൽ അക്കാഡമിക് സോൺ എന്ന് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ റെഗുലർ പ്രോഗ്രാമിൽ FIUGP പോലെയുള്ള 4 ഇയർ പ്രോഗ്രാംസ്, അതുപോലെ തന്നെ റിസർച്ച് പ്രോഗ്രാംസ് ഒക്കെയാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നത് നമുക്കൊരു 1 ഇയർ പ്രോഗ്രാംസ്, അത് ഫോർ സംബഡി ഹു ഹാസ് ആക്ച്വലി ഗ്രാജുവേറ്റഡ് ഇൻ, സേ ഫോർ എക്സാമ്പിൾ BCom or MCom. Okay, you have acquired sufficient knowledge with respect to accounting, all the procedures. Now you actually want to become a tax practitioner, and you need to have a training how to become actually a successful tax practitioner. And once this will be a training that you have to go for, a 1 year program that you have to go. Or you are working in, say for example, chemistry, physics, or any subject that which you can think of on the campus. But somebody who gets trained in the the tools in artificial intelligence, which can enhance their capacity to become better for better employment. അത് എങ്ങനെയാണ് കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കോഴ്സുകൾ, സ്പെഷ്യൽ കോഴ്സസ്, ദാറ്റ് വിൽ വർക്ക് ആസ് എ സ്പെഷ്യൽ അക്കാഡമിക് സോൺ. ഈ സ്പെഷ്യൽ അക്കാഡമിക് സോൺ എന്ന് പറയുന്നത് വെറും ഒരു ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് മാത്രമല്ല, അതിൻ്റെ കോസ്റ്റ് ബെനിഫിറ്റ്സിന് മാത്രമല്ല, അതിനപ്പുറത്ത് ദർ മേ ബി സംബഡി, ഫോർ എക്സാമ്പിൾ ഇൻഡസ്ട്രീസ്, who wants specific skill sets. They can come to the campus, they can run the programs, they can recruit so that will become actually a finishing school for those students, or some kind of skilling and upskilling that will happen there. And if they are employable, the company can actually take them. So this actually provides that fills that gap which is existing currently. So we are actually planning that we will have a special academic zone which will cater this 1 year programs, 6 months programs, all these, so that this is all again aimed at 2 things. One is employment. The other thing, a very important thing which you talked about, is entrepreneurship. Even people who are having very high skill sets in their hand, they don't know how to become an entrepreneur, because the challenge of becoming an entrepreneur in finding out the initial capital, how much capital you need, and how to work with the government, what are the essential aspects that you have to work on before starting a company, and how to take that, what is cash flow, and there are so many things which you have to actually learn in addition to what the skills which you have or the product which you have, if you really want to become a successful entrepreneur. So in this special academic zone, again we will have an entrepreneurship development program. Already there are institutions like Entrepreneurship Development Institute, which has started long back in Ahmedabad. They have an institute which is actually funded by the corporate, SBI and many other people, and even government is funding it now. So their idea is actually how to skill people in becoming entrepreneurs, how to teach them the basic lessons to become an entrepreneur. I think this is going very well now. We will soon have, as part of this special academic zone, we will definitely have an entrepreneurship development center. ഓക്കെ സാർ. അതേപോലെ നമ്മളിപ്പോൾ സാർ നേരത്തെ പറഞ്ഞു ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. 2 ബാച്ച് കഴിഞ്ഞ് 3ാമത്തെ ബാച്ച് എൻ്റർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളും എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്? മാത്രമല്ല സാർ, എങ്ങനെയാണ് ഈ പ്രോഗ്രാമിന് ഇപ്പോൾ നടപ്പിൽ വരുത്തിയത് വെച്ച് വിലയിരുത്തുന്നത്? നമുക്കുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അറ്റ് ദ സെയിം ടൈം നമുക്ക് കുറച്ച് വെല്ലുവിളികളും ഉണ്ടായിട്ടുണ്ടാവാം. ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് തരണം ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്? നോക്കൂ, ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ്, it is true that when you started off this program, we didn't have the complete infrastructure necessary for that. We took it as a challenge that we will build on, or we will share facilities. We will start this program. During this course of these programs, we will develop the capacity that is necessary. And that is the model which has been happening here all the time, although I personally feel that we should work on that before,
starting the program. But I think we have crossed that initial stages, and now the things are far better. Now I'm sure that in the coming months we will solve this problem, because our space issue will be solved to great extent when this new academic building, PM Usha program, we have about 100 crores we have got, and out of that about 50% of that goes for building constructions. We are having academic blocks and hostels which are coming up to accommodate these students, and then we have new building constructions going under KIFBI, and we have a new center for this sophisticated instrumentation facility. With all these, when all these things come, when they are were commissioned, I'm sure that we will not have this space issue. But I always used to feel that a university like Calicut University needs a much better infrastructure, and in the coming years we have about 600 acres of land nearly, or 550 acres of land, and with that we should be able to accommodate about 15,000 students on campus. So we need to have facilities for the students. We need to have much larger hostel facilities. We need to have large number of classrooms. For that, in the coming 10 to 15 years, I'm sure that we should have at least 15 to 20,000 students on the campus doing high quality teaching, learning and research. This is our objective. സാർ, അതേപോലെ നമ്മൾ കാണുന്നതാണ് ഇത്രയും ഈ ഇൻ്റഗ്രേറ്റഡ് PG വരുന്നതിന് മുൻപ് സർവകലാശാലകളിൽ എത്തുന്ന കുട്ടികളൊക്കെ മിച്ചറാണ്, 18 വയസ്സിന് മേലെയുള്ള കുട്ടികളായിരിക്കും. പക്ഷേ ഇൻ്റഗ്രേറ്റഡ് PG വരുമ്പോൾ നമ്മൾ കാണുന്നത് 18 വയസ്സ് പൂർത്തിയാകാത്ത കുട്ടികൾ ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ ഈ ഹോസ്റ്റൽ ഫെസിലിറ്റീൻ്റെ കാര്യത്തിൽ നമുക്കിപ്പോൾ നൽകുന്ന സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു നിലവിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകേണ്ടേ അവരുടെ പലപ്പോഴും? സാറിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, ഇതൊരു നമ്മുടെ ഒരു ചലഞ്ചായിരുന്നു. കാരണം ഞങ്ങൾ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം വന്ന സമയം മുതൽക്ക് ഡിസ്കസ് ചെയ്യുന്നൊരു വിഷയമാണ്. ഇതുവരെ നമ്മൾ ഡീൽ ചെയ്ത് തരുന്നത് ഡിഗ്രി കഴിഞ്ഞ് വരുന്ന കുട്ടികളാണ്. ഇന്ന് നമ്മൾ വരുന്നത് +2 കഴിഞ്ഞ് വരുന്ന കുട്ടികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതൊരു ചലഞ്ചാണ്, ഹൗ ടു ഡീൽ വിത്ത് ദം എന്നുള്ളത്. ക്യാമ്പസിൽ അതുവരെ നിലവിലുന്ന നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ തെറ്റായൊരു പലപ്പോഴും എന്തിനുമുള്ള സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിലല്ല സ്വാതന്ത്ര്യത്തെ കണ്ട. ക്യാമ്പസിന് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അതിനകത്ത് നിന്നുകൊണ്ടുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് കിട്ടുന്നത്. കുട്ടികളുടെ ഗ്രൂമിങ് ഫേസാണ്. They have to have discipline, they have to have their values in place, and they have to become better academics. അപ്പോൾ ഇതെല്ലാം വരുന്നത് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അതൊരു ചലഞ്ച് ആണ്. And how to handle that, I think when we have more facilities, we can probably have exclusive hostels for the younger students so that they can be taken care of better. അതേപോലെ തന്നെ സർ, നമ്മളിപ്പം നമ്മുടെ സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിലും ഓപ്പറേഷൻ തുഫാനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലഹരി ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ TV തുറന്നാലും ന്യൂസ് കാണുമ്പോഴൊക്കെ ഇത്രത്തോളം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആശ്ചര്യപ്പെടുകയാണ്. ഈ ഒരു സമയത്ത് സർവകലാശാലകളിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മുടെ കുട്ടികളെ ഇതിലൊന്നും അകപ്പെടാതെ ഇരിക്കാനും അതേപോലെ ഇവരെ അവെയറാക്കാനും വേണ്ടിയിട്ട് എന്തൊക്കെ പദ്ധതികളാണ് നമ്മൾ നടപ്പിൽ വരുത്തുന്നത്? You said that it is the most important thing for every campus now is how you tackle this menace of drugs. കാരണം നമ്മൾ കരുതാത്ത രീതികളിലാണ് ഈ ഡ്രഗ്സ് ക്യാമ്പസുകളെ എത്തിക്കുന്നത്. കാരണം യുവത്വത്തിനെ എളുപ്പത്തിൽ ട്രാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ് ഈ ഡ്രഗ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് സീറോ ടോളറൻസ്. I think in the Senate, the Honorable Governor came and we had a program specifically for that, say no to drugs, how the campus can be free of drugs. So there are two aspects. One is that you have to help people who happen to be somewhere on the brim, getting into this menace in their personal lives or something, how you can actually get them out of that. That is our first challenge. And also how to mentally strengthen them, that to go, get them more involved in physical activities, their teaching, their learning, and other activities, extracurricular activities on the campus. That is actually going to be the remedy. Eventually that is going to be the best remedy that is available for us. At the same time, we have to actually stop we have to actually close our borders so that people will not be able to straight away come to the campus and sell drugs to our students. We have to actually protect the students. This is not just with respect to the campus. It is going to be a big problem for the society.
അപ്പോൾ നമ്മൾ ക്യാമ്പസ് നമ്മൾ ചുറ്റുമതിൽ കെട്ടാൻ തീരുമാനിച്ചത് തന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ക്യാമ്പസിൻ്റെ മെയിൻ ക്യാമ്പസിൽ നമ്മൾ ചുറ്റുമതിൽ കെട്ടൽ പണി തുടങ്ങി ഓൾറെഡി. ഐ തിങ്ക് ഇൻ 2-3 months we expect that it will be done. And then your entry is restricted, so somebody will not be able to come through directly through using car or some other vehicles. We will be able to have a better control over those things, and our camera systems are going to be on. So campus security will be on higher alert. That is one of the major things. Other thing is giving training programs to the students against the use of this drug. And if you identify that there is somebody who is actually selling drug on campus, we will have a zero tolerance to any such activities. Drugs, there is zero tolerance to drugs. This is our motto. അതേപോലെ തന്നെ സർ, നമ്മൾ ചുറ്റുമതിൽ കെട്ടി, അപ്പോൾ ഇനിയിപ്പോൾ എൻട്രികൾ, ക്യാമ്പസിലേക്കുള്ള എൻട്രികൾ ID കാർഡിൻ്റെ അടിസ്ഥാനത്തിൽ അതേപോലെ ബയോമെട്രിക് എന്തെങ്കിലും സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു? തീർച്ചയായിട്ടും only students and of course the from public also people will have to come to the campus for several reasons, students from outside, but it is all based on their identity being revealed. അതേപോലെ തന്നെ കോളേജുകളിൽ നമ്മൾ നടപ്പിലാക്കിയ 4 വർഷ UG പ്രോഗ്രാംസ് ഉണ്ടല്ലോ സർ, FIUG കളുടെ വിലയിരുത്തലൊക്കെ എങ്ങനെയാണ്? It is too early, but we can see that there are childhood issues with all these. See, essentially when you look at the spirit of FIUGP or NEP for that matter, is that education is actually getting hyper personalized. This is a word which is being now widely used. The reason is like, unlike you go to a place where you are having a few courses for a particular program, and then you take those classes, you get your degree, and now we are actually trying to go beyond that. The students can actually pick and choose what are the courses of their choice and get their basket with the credit that is required for that degree get out. So that means one person who is joining for a program may not be going with the same basket like what another person is doing. But then there are real challenges, real world challenges which we have. Because, if you look at the 60s in American universities, you can see this cafeteria menu which people used to take the same thing. Like, you can have pick the courses of your choice and get your degree. I always used to say that this you can actually compare with a big restaurant. You have a big menu, okay, and then you choose your breakfast. And I gave the same menu, then I need a big hotel to implement that, right? To have the kind of breakfast which people need, I will have to have the kind of items that should be available there, and the hotel should be prepared to accommodate so many people. And this is the challenge which we have. When you are having, you say, cafeteria menu, and then you send to a small place where you only have idli dosha, and you again end up with the same old story that you will get only idli dosha. You will not be able to get anything else. So this is the challenge with FIUGP. I don't think it is a problem which we can solve in a day, because our colleges, say for example, some of the colleges are very well equipped. They are very old institutions are there. There are large number of departments are there. Large number of teachers are there. Because essentially, if you want to make the FIUGP very effective, what is more important is having more number of teachers with diverse disciplines. And this is not there in every college. There are colleges where you have only 1 or 2 departments. And there are colleges, campus, of course, it is a better state where you have about 38 departments are there formally. But then the challenge is actually how do you actually bring this gap, how do you fill this gap? How do you make sure that the students will have better access to the courses of their choice? This is the challenge of FIUGP, and I think we'll have to address this in a much bigger way. സാർ പറഞ്ഞതുപോലെ 400-ൽ കൂടുതൽ അഫിലിയേറ്റഡ് കോളേജുകൾ നമുക്ക് വരുന്നുണ്ട്. ഇതിനെല്ലാം ഈ കോളേജുകളെല്ലാം ഏകോപിപ്പിച്ച് എങ്ങനെയാണ് നല്ല രീതിക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? ഇതിനകത്ത് നമുക്കൊരു 75% കോളേജുകളും സെൽഫ് ഫൈനാൻസിങ് മോഡലുള്ള കോളേജുകളാണ്. പിന്നെ നമ്മളൊരു 25% റെഗുലർ എയ്ഡഡ് ആൻഡ് ഗവൺമെൻറ് കോളേജസ്. ഈ എയ്ഡഡ് ഗവൺമെൻറ് കോളേജിലെ ഫാക്കൽറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വെൻ യു ആർ ആക്ച്വലി ലുക്കിംഗ് അറ്റ് ദിസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദ കോർ സ്ട്രെങ്ത് ദറ്റ് യു ക്യാൻ സീ ഈസ് ഇൻ ദി ഫാക്കൽറ്റി ലിസ്റ്റ്. Now, in the government and aided colleges,
or the university campuses, you can have regular faculty. But in the self-financing colleges, there is a real issue that which we are seeing now, that is, many of the colleges do not have highly qualified teachers to perform their duties. So when you say quality is your challenge, quality of the teacher is a very integral part of that. How do you tackle that? I think we are working on several ways. One is actually calling them, discussing with the managements and other people to enhance the quality of the teachers. See what happens when you don't have intelligent and highly committed teachers on the campus. No good student will actually try to come there. So unless you are able to attract good students, all this institution, it becomes actually a kind of what you call it will run into rough weather in terms of academic drought. That's what we feel. So how to avoid that? There is only one way, that you have to make sure that you have good faculty on campus and you have them sufficiently large in number so that they will be able to provide better education, so that students from other states will come and occupy Kerala. See, Kerala has got a very beautiful landscape, a wonderful climatic conditions. If you look at it compared to many other parts in India or abroad, this is far better. So if you are able to offer a better program, if you are able to have a better ambience on the campus, if you are able to have better teachers, if you have better research opportunities, if you have better employment opportunities, what stops them from getting the best students? This should be the challenge. And this is a challenge which we have to address. I am sure that we will have to address this, and we will have to ensure that all these institutions maintain quality. See, quality is an intrinsic aspect. It is a very intrinsic aspect of an academic ecosystem. You cannot say somebody who is actually doing research, say for example, the quality of the research that they are doing, the commitment to what they are doing, something new actually coming out. It could be a new product, it could be a new thought, it could be anything. But eventually you have to focus on that. How intrinsically you have a better quality. You have to how to enhance. It could be your canteen, it could be your administration, it could be an office where the students come. And somebody who is sitting in the office, if they don't respond positively to the students, they will stop coming there. They stop coming means the enrollment will actually come down. Or in the classrooms, if they are not getting better teachers, students will not come. In the campus, hostels, if there are no better facilities, students won't come. So what is the challenge? Whether it is campus, self-financing, aided, unaided, or any sector that you discuss about, how to enhance quality. Quality should be our mantra if you want to promote higher education in anywhere. സർ, അതുപോലെ ഒരു 10 വർഷങ്ങൾ കൂടി പിന്നിടുമ്പോൾ നമ്മുടെ ക്യാമ്പസ് എവിടെ എത്തി നിൽക്കുമെന്നാണ് സാർ വിചാരിക്കുന്നത്? അതിനു വേണ്ടിയിട്ടുള്ള എന്തൊക്കെ തീരുമാനങ്ങളും പദ്ധതികളുമാണ് സാറ് മുന്നോട്ട് വയ്ക്കുന്നത്? ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരി. കാരണം വി ഹാവ് ഗ്രൗണ്ട് റിയാലിറ്റീസ് വിച്ച് വി ഹാവ് ടു വർക്ക് ഓൺ. The way that I see the campus is that we should have a mix of both very high-end academic programs that are running, and we also need to have programs where the skill enhancement and all those things are there, where people have better employment opportunities. So we should be able to be the leaders. We should be able to guide the younger generation and the society in what we should do for future. This is the responsibility of an academic institutions, and you can see that all over the world, it is the academic institutions which have actually led any change in the society in any direction, sometimes for the bad. But you can still see that the academic institutions were in focus, are in focus, and will be in focus. So what the Calicut University after 10-15 years, I want to actually see some excellent departments, not departments which are doing well for the sake of doing well for ranks or something. I want them to do so well in terms of reputation all over the world. Like this department has got so many faculty members who are having such reputation, and their publications are there in very high quality journals, and the world is looking for such developments. And that is one thing which I am seriously looking for. The other side is I am looking for to have if you need to have a minimum population of academics on the campus
there only you will be able to come out with some people who are having excellence. And I think the Calicut University kind of a campus should have at least 15,000 to 20,000 students. So it's not that they are here, and they should be doing very good programs on the campus, long-term and short-term programs on the campus. They should be living in better hostels. They should have better facilities, ambience, and there should be better peace on campus. There should be a better, more friendly environment on the campus. Hatred should be taken out of the campus. I think this is what we have to learn from any developed system. സാർ അതുപോലെ തന്നെ സാർ ഈ വീക്ഷണങ്ങളൊക്കെ പറയുമ്പോൾ സാറിന് നമ്മുടെ ക്യാമ്പസുമായി ഒരു 20 വർഷത്തിലേറെ സർവീസ് ഉണ്ട്. സാറിന് അത്ര അനുഭവങ്ങളുണ്ട്. അതായത് ടീച്ചിങ് മാത്രമല്ല, വിവിധ പൊസിഷനുകളും സാർ നിന്നിട്ടുണ്ട്. ഈ അനുഭവങ്ങൾ മാത്രമല്ല, വിദേശ സർവകലാശാലകളിൽ വിസിറ്റിംഗ് പ്രൊഫസറായിട്ടും റിസർച്ചറൊക്കെ ആയിട്ട് സാറിൻ്റെ സാന്നിധ്യം കാണാൻ സാധിക്കും. അതേപോലെ ഒരു അന്താരാഷ്ട്ര റിസർച്ചർ എന്ന നിലയിലും സയൻറ്റിസ്റ്റ് എന്ന നിലയിലൊക്കെ സാറിന് പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും സാർ എത്തി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സർവകലാശാലയിൽ പെട്ടെന്നുണ്ടാവേണ്ട എന്തെങ്കിലും മാറ്റങ്ങൾ സാർ ഫീൽ ചെയ്യുന്നുണ്ട്? Essentially, it has to deal with ambience, because I had very rough weathers when I joined the university, and academics became my second priority, and so many other things which will take over. And this is a reality on the campuses. I think not only here, in many places, and that's issue we need to address. We need to make sure that there is better ambience and better cordial environment on the campus for people to work better. പിന്നെ ഞങ്ങൾ സാറിനെ കാണുമ്പോഴൊക്കെ ഭയങ്കര ചാമിങ് ആയി, ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് സാറിനെ എപ്പോഴും കാണുന്നത്. എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ റേഡിയോ ആയതുകൊണ്ട് യൂണിവേഴ്സിറ്റീൻ്റെ ഏകദേശം എല്ലാ പ്രോഗ്രാമുകളും നമ്മൾ കവർ ചെയ്യാൻ എത്തും. പക്ഷേ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത് സാറിന് അതിനെക്കുറിച്ച് വ്യക്തമായി അതേപോലെ പുരോഗമനപരമായി കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നു. ഇപ്പോൾ സാഹിത്യ മേഖല എടുക്കുകയാണെങ്കിലും കായിക മേഖല എടുക്കുകയാണെങ്കിലും വട്ടവർ ഏത് മേഖല എടുക്കുകയാണെങ്കിലും സാർ അതിനോടൊക്കെ കോപ്പപ്പ് ചെയ്ത് ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. സ്റ്റാറ്റസുകളൊക്കെ നമ്മൾ കാണുന്നതാണ്. സാർ എങ്ങനെയാണ് ഈ വർക്ക് ലൈഫും പേഴ്സണൽ ലൈഫൊക്കെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? We have to balance our academic life, work life, balance, personal life, all these things. Anyway, we have to balance. See, it is actually very simple, right? You have to actually do your work well. At home, you have to live a better life. In society, we have to be better. I mean, if there is a continuous, constant effort on that, I'm sure that we will all do better. സാർ വേറൊരു കാര്യം ചോദിക്കാനുള്ള, സാർ ഇവിടെ അധ്യാപകനായിട്ടാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് എപ്പോഴെങ്കിലും സാർ ഇങ്ങനെ വൈസ് ചാൻസലർ എന്നുള്ള ഒരു പൊസിഷനൊക്കെ ആഗ്രഹിച്ചിരുന്നു? അല്ലെങ്കിൽ വൈസ് ചാൻസലർ ആവുകയാണെങ്കിൽ ഇത് ചെയ്യാൻ? I was an accidental vice chancellor. I never, I don't think any academic who is actually into this, they will all try to actually become better academics and do research, produce better quality work, and teach better and build an academic fraternity. These are all some things which will happen. There is no planning. It cannot be planned or thought. I think it is just happened. So now I have got a role to lead an institution which I will try to do to the best of my capabilities. അതുപോലെ തന്നെ സാർ അധ്യാപകനൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കില്ലേ, വൈസ് ചാൻസലർ ഇന്ന കാര്യം ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സാറിന് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ ഏതെങ്കിലും കാര്യം ഇപ്പോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ. But I think I will be doing a great injustice if I say that, because see, this is a kind of ഒരു ശൃംഖലയാണ് ആക്ച്വലി. ഞാനിപ്പോൾ വൈസ് ചാൻസലർ ആണെന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്നതിന് മുമ്പിരുന്ന ആളുകൾ ചെയ്ത കാര്യങ്ങളുടെ ഒരു തുടർച്ചയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വന്ന കാലത്ത് ഒരു പക്ഷേ ക്യാമ്പസിലെ എല്ലാ ഫെസിലിറ്റീസ് വെരി വെരി മിനിമൽ. ഡിപ്പാർട്ട്മെൻറ്റിലൊന്നും ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഈവൻ വാസ് നോട്ട് അപ്രോപ്രിയേറ്റ്. ഇപ്പോഴും ഇറ്റ് ഈസ് നോട്ട് ഗ്രേറ്റ് എന്നല്ല പറയുന്നത്, പക്ഷേ എന്നാൽ പോലും ഇറ്റ് ഈസ് ഫാർ ബെറ്റർ. Laboratory facilities, they have improved tremendously. So one thing I always to do is doing, the ease of doing things, that has to be improved. So if I get any problem to solve, I will immediately try to solve that.
there are some problems which you know that it cannot be solved immediately because space issues, say for example, I cannot solve it in a day. It takes sometimes 2 or 3 years for planning and implementation of space. So that such things I will have to see it that way. But there are some issues which I can solve right away. I have to solve it then. This is something which I always used to do. But I think every vice chancellor in his own way has contributed. Not only vice chancellors, everybody who worked here in different roles, whether they are sweepers or office attendants or vice chancellors or whomsoever it is, they all have done their job. That is why we feel that things are slightly better now than what it was earlier. അതേപോലെ തന്നെ സാറിൻ്റെ ഒരു മെൻറ്റർ അല്ലെങ്കിൽ സാർ എല്ലാ സന്തോഷങ്ങളും കാര്യങ്ങളും പങ്കുവെക്കുന്ന ഒരു അഡ്വൈസ് എടുക്കുന്ന ഒരു മെൻറ്റർ അതാരാവാം? I think there is no single mentor. You always will have so many your friends. Each person you get a different expertise. There is nothing there is no one person who can actually fill the whole vacuum. സാറിൻ്റെ ഫാമിലി ഒന്ന് പരിചയപ്പെടുത്താം. My wife is a professor in the university in the Government College Pattambi, and my daughter is employed at IBM Bangalore. She is an AI specialist, computer science professional. And my son he just got admission into B Design program in a national institute. അവസാനമായി നമ്മുടെ റേഡിയോ CU ശ്രോതാക്കളോട്, അതേപോലെ തന്നെ ക്യാമ്പസിൽ പുതുതായി ഈ വർഷം ജോയിൻ ചെയ്ത കുട്ടികളോട് സാറിന് എന്താണ് പങ്കുവയ്ക്കാനുള്ളത്? എനിക്ക് പറയാനുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, about the 58 years of existence of Calicut University. I think it has played a significant role in the upward mobility of our society. Calicut University has played a significant role, and we should enhance this capacity of this university to influence the next generations to come. So obviously we have much better responsibilities, all those who are on the campus and outside. നമ്മൾ ഏതൊക്കെ റോളിലാണെങ്കിലും നമ്മൾ പല പല റോളുകളിൽ വർക്ക് ചെയ്യുന്നവരാവും. എവറിബഡി ഷുഡ് ട്രൈ ടു ആക്ച്വലി മേക്ക് ഷുവർ ദാറ്റ് വി പെർഫോം ബെറ്റർ so that the dreams of these founding fathers of this institution are kept alive. And this is our responsibility. Then to other generation, I feel this is a new generation. Your teaching learning process is not limited to the classrooms anymore. നമുക്ക് ഇതുവരെ പറഞ്ഞാൽ ഗുരുനാഥന്മാർ നമ്മുടെ ക്ലാസ് റൂമുകളിലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ലോകം മുഴുവൻ നിങ്ങൾക്ക് ഈ ഇൻ്റർനെറ്റിലൂടെയൊക്കെ നിങ്ങൾ ചോദിക്കുന്ന ഏത് ഇൻഫർമേഷനും വിത്ത് റെസ്പെക്ട് ടു ഇൻഫർമേഷൻ ദറ്റ് യു ആർ ടോക്കിംഗ് അബൌട്ട് യു ഗെറ്റ്. There is a huge technology revolution that is taking place. And what happened during the next 25 years, I can say that I could not have believed that such things will happen 25 years back. I could not have believed that this is going to come. And I am telling the next generation that what is going to happen in the next 5 to 10 years, you will never be able to imagine now. And that is the explosive growth of technology that is happening in every discipline. While moving forward, the most important challenge is actually going to keep the integrity of you as the person and the integrity of the society that we are living in, the values which we uphold, beyond all the technical knowledge which you acquire. And this is going to be so crucial if this country has to stay one and move forward. താങ്ക് യു സർ. ഇത്ര സമയം റേഡിയോ CUവിനൊപ്പം പങ്കുവച്ചതിൽ താങ്ക് യു വെരി മച്ച്.